കേരളത്തിലെ ഭൂപതിവ് ചട്ടങ്ങൾക്ക് സബ്ജക്റ്റ് കമ്മിറ്റി ഔപചാരികമായിട്ടുള്ള അംഗീകാരം കൊടുത്തു. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഇന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മിനിറ്റ്സ് അംഗീകരിച്ചും കൊടുത്തു. ഇനി സർക്കാർ ഔപചാരികമായി അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. ചട്ടം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ ചട്ടം എങ്ങനെയാണ് അംഗീകാരം ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ആശയങ്ങൾ പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മളിപ്പോൾ വളരെ കൃത്യമായി ഭൂപതിവ് ചട്ടം തയ്യാറാക്കി ആദ്യം ചേർന്ന നിയമസഭയുടെ മുമ്പ് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ് കമ്മിറ്റി, സാധാരണ സബ്ജക്റ്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഒഴുക്കമട്ടിലാണ് പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കാറുള്ളത്. ഇത് 2 ദിവസം തുടർച്ചയായി 15, 16 തീയതികളിൽ തുടർച്ചയായി യോഗം ചേർന്ന് 13 ചട്ടങ്ങളിലെയും ഓരോ ചെറിയ വാക്കും വാചകവും പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചട്ടങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി പരിശോധന നടത്തി ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് ഭേദഗതി വരുത്തി ചട്ടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ചട്ടഭേദഗതി സബ്ജക്റ്റ് കമ്മിറ്റി അംഗീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഷെഡ്യൂളിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. സബ്ജക്റ്റ് കമ്മിറ്റിയുടെ മുമ്പാകെ മാത്രമല്ല, കേരളത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രശ്നം, ഇനി മുതൽ ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പണിത പട്ടയ ഭൂമികൾക്ക് വീടുകൾ റെഗുലറൈസ് ചെയ്യാൻ പ്രത്യേക അനുവാദം മേടിക്കേണ്ടി വരും എന്ന തെറ്റായ ധാരണയാണ്. അത് പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വീടിനും പുതിയതായി റെഗുലറൈസേഷൻ നടത്തേണ്ടതില്ല. പിന്നെ എന്തുകൊണ്ടാണ് 3ൽ ഡീംഡ് റെഗുലറൈസേഷനിൽ വീട് ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു വ്യക്തത കൂടി ചട്ടത്തിൽ സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ 960 ഭൂപതിവ് നിയമത്തിന് നിരവധികളായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ പൊതുവായി കൃഷിക്കും വീടിനും വേണ്ടി കൊടുത്തിട്ടുള്ള ചട്ടങ്ങളാണ്. 64 ചട്ടമാണെങ്കിലും 93 ചട്ടമാണെങ്കിലും ഒക്കെ വീടിനും കൃഷിക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ചട്ടങ്ങളാണ്. വീടിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലത്തൊരു വീട് പണിത ചട്ടത്തിൽ വീട് പണിതയാൾക്ക് പ്രത്യേകിച്ച് ഇനി റെഗുലറൈസേഷൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല. ചട്ടത്തിൽ വീടിനും കൃഷിക്കും ഉണ്ട്, പക്ഷേ പട്ടയത്തിൽ പ്രത്യേകമായൊരു കാര്യത്തിന് പറഞ്ഞിട്ടില്ല. അവരും ഡീംഡാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അവർക്കും വീടിന് അപേക്ഷ കൊടുക്കണ്ട. ഈ പട്ടയഭൂമിയുടെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് 95% ആളുകൾക്കും പുതിയതായി വീടിന് റെഗുലറൈസേഷൻ അപേക്ഷ കൊടുക്കേണ്ടി വരില്ല. വീട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ പട്ടയങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് റബ്ബർ കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടയമുണ്ട്, കാലാന്തരത്തിൽ അവിടെ വീട് വെച്ച അനുഭവവും ഉണ്ട്. റബ്ബർ കൾട്ടിവേഷന് കിട്ടിയ ചട്ടപ്രകാരമുള്ള ഭൂമിയിലാണെങ്കിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യവസ്ഥ ലംഘനമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ചട്ടപ്രകാരം വീട് വയ്ക്കാൻ അനുവാദമുള്ള അഥവാ വീടിനും കൃഷിക്കും മറ്റാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പട്ടയത്തിനകത്ത് വീട് വെച്ചയാൾ ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടോ ചട്ടത്തിൻ്റെ ഭാഗമായിട്ടോ രണ്ടാമതും റെഗുലറൈസേഷന് വരേണ്ട കാര്യമേ ഉദിക്കുന്നില്ല. ആരെങ്കിലും വ്യവസ്ഥാ ലംഘനം നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവർ മാത്രം ക്രമവൽക്കരണത്തിന് വന്നാൽ മതി എന്ന കാര്യം ക്ലാരിഫൈ ചെയ്തു. പക്ഷേ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടും ആളുകൾ അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ പരത്താൻ വേണ്ടി ശ്രമിക്കുന്നൊരു ഘട്ടത്തിൽ അങ്ങനെ വരരുത് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി ചട്ടത്തിൻ്റെ 3ൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. 3.1 ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായും നിശ്ചയിച്ചിട്ടുള്ളത്. 2Bയിൽ പറഞ്ഞ നിർമ്മിച്ചതോ അല്ലാത്തതോ ആയിട്ടുള്ള ടൂറിസം സ്ഥലങ്ങൾ അത് ക്രമവൽക്കരിക്കാൻ 10% ഫെയർ വാല്യൂവിൻ്റെ 10% അടയ്ക്കണം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഷെഡ്യൂൾ മാറ്റി 5% ചുരുക്കാൻ സർക്കാർ നിശ്ചയിച്ചു. ടൂറിസം ആവശ്യങ്ങൾക്ക് 5% ഫെയർ വാല്യൂ കുറച്ചാൽ മതി എന്ന് നമ്മൾ നിശ്ചയിച്ചു. സ്വകാര്യ ആശുപത്രികൾക്ക് ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ 3000-നും 5000-നും ഇടയിൽ, 5000-നും 10,000-നും ഇടയിൽ, 10,000-നും 25,000-നും ഇടയിൽ അങ്ങനെ സ്ലാബുകളായിട്ടാണ് ഏർപ്പെടുത്തിയിരുന്നത്. അത് മാറ്റി 3000 വരെ പണമടയ്ക്കേണ്ടതില്ല ഒന്നിനും. 3000-ൽ കൂടുതൽ വരുന്ന ആശുപത്രികൾക്ക് സ്ലാബില്ലാതെ ആകെ 10% പണമടച്ചാൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാം എന്ന് നിശ്ചയിച്ചു സ്വകാര്യ ആശുപത്രികൾക്ക്. മറ്റത് 1 ലക്ഷത്തിൽ മീതെയുള്ള
ആളുകൾക്ക് 50,000-നും 1,00,000-നും ഇടയിലുള്ള ആളുകൾക്കൊക്കെ ആശുപത്രികൾക്ക് വെവ്വേറെ ഫീസ് ഏർപ്പെടുത്താനാണ് നിശ്ചയിച്ചത്. അത് മാറ്റി ഫ്ലാറ്റായ ഒരു തുക നിശ്ചയിച്ച് 10% മാത്രം അടച്ചാൽ മതി എന്ന വിധത്തിൽ അത് നിജപ്പെടുത്തി. പലരും മറ്റൊരു തരത്തിൽ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം, പട്ടയത്തിൻ്റെ രേഖകൾ പലരുടെ കയ്യിലും ഇല്ലാത്തത് കൊണ്ട് പട്ടയ രേഖകൾ ഹാജരാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ തള്ളപ്പെടുമെന്നാണ്. ആ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം പട്ടയ രേഖകളില്ലെങ്കിൽ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. പട്ടയ രേഖകളില്ലാത്തവർക്ക് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പ്രത്യേകമായി നിർദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവും ഇതിനു മുമ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ പട്ടയ രേഖകൾ തന്നെ വേണം എന്നില്ല. പട്ടയരേഖയുടെ കോപ്പിയോ നിജസ്ഥിതി സർട്ടിഫിക്കറ്റോ ഉണ്ടായാൽ പോലും നമുക്ക് അത് ഉണ്ട് എന്ന് തീരുമാനിക്കാൻ കഴിയും. ഇത്രയേ പ്രശ്നമുള്ളൂ. അങ്ങനെ തരം മാറ്റപ്പെടുന്ന ഭൂമി അഥവാ ക്രമവൽക്കരിക്കപ്പെടുന്ന ഭൂമി കയ്യേറിയ ഭൂമിയാകാൻ ഒരു കാരണവശാലും പാടില്ല. ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പട്ടയം കിട്ടിയ തന്നെ ഭൂമിയാകണം. പക്ഷേ പട്ടയത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ളതിൻ്റെയാണ് ക്രമവൽക്കരിക്കേണ്ടത്. അല്ലാതെ മറ്റൊരു തരത്തിൽ പട്ടയം കിട്ടാത്ത ഭൂമിയിലൊരു കെട്ടിടം പണിതാൽ ഇവിടെ അത് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. മറ്റു പരിസ്ഥിതി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചൊരു കാര്യം, ഈ ചട്ടത്തിൻ്റെ മറവിൽ മറ്റ് നിയമങ്ങളിലെ വ്യവസ്ഥാ ലംഘനങ്ങൾ ക്രമീകരിക്കപ്പെടും. അത് പറ്റില്ല. ഇത് 1960 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള 11 ചട്ടങ്ങളിൽ നടത്തിയ വ്യവസ്ഥാ ലംഘനങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള ചട്ടം മാത്രമാണ്. ഒരു പരിസ്ഥിതി സംഘടനകളും അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട. അതായത് ഇതിനനുരോധമായി ഇറങ്ങിയ, ഉദാഹരണത്തിന് നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യവസ്ഥ ലംഘിച്ചത് ഇതിൽ ക്രമവൽക്കരിക്കാൻ പറ്റില്ല. ഇത് പട്ടയത്തിൽ 60 ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളിൽ മാത്രമേ ഇത് ഉണ്ടാകാൻ വേണ്ടി സാധ്യമാകുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. 1801/2010 എന്ന പൊതു താൽപ്പര്യ ഹർജി ആരംഭിച്ച ദിവസം മുതൽ മനസ്സമാധാനമില്ലാത്തൊരു ജനതയുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ 8 വില്ലേജുകൾക്കകത്ത് NOC വേണം എന്ന നിബന്ധനയുണ്ടായിരുന്നു. പിന്നീട് അത് കേരളം മുഴുവൻ വ്യാപിച്ചു. അപ്പോൾ ആ നിബന്ധനകൾക്ക് വിധേയമായി പല വിധത്തിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വ്യവസ്ഥാ ലംഘനങ്ങൾ അവരുടെ പട്ടയത്തിൽ പറയാത്തത് വിധത്തിലുണ്ടായെങ്കിൽ അത് ക്രമവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടമാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ചട്ടം നടപ്പിലാക്കുമ്പോൾ പുതിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വീണ്ടും ഗവൺമെൻറ് ചട്ടഭേദഗതി നടത്താൻ പോകേണ്ടി വരുമോ എന്ന പ്രശ്നം ഉന്നയിക്കുന്നില്ല. ഈ ചട്ടം കേരളത്തിൽ തന്നെ ഇറങ്ങിയ ചട്ടങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ചട്ടമാണ്. കാരണം ഈ ചട്ടത്തിൻ്റെ റൂൾ 3 പ്രകാരം ഡീംഡ് റെഗുലറൈസേഷൻ ഉള്ളതുപോലെ ചട്ടത്തിൽ 10 എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പുതിയ പ്രശ്നമുണ്ടായാൽ, ഒരു പുതിയ സംശയം ഉണ്ടായാൽ, ആ സംശയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ സംശയം ദൂരീകരിക്കാനും ആ പ്രശ്നം പരിഹരിക്കാനും സർക്കാരിന് തന്നെ പ്രത്യേക അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു ചട്ടം 10 ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പുതിയ ഒരു വിഭാഗത്തെ അഭിസംബോധന ചെയ്യേണ്ടി വന്നാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരാം. ചില ആളുകൾ ചോദിക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ട്യൂഷൻ ക്ലാസ് വിടുമോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എൻട്രൻസ് ക്ലാസ് വിടും, ഇങ്ങനെ തുടങ്ങിയ ചില പുതിയ പ്രശ്നങ്ങൾ ആളുകൾ ചോദിക്കാനും വരുത്താനും ഇടയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനം ഇതിൽ വരാതിരിക്കുകയോ ചട്ടത്തിൻ്റെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുമ്പോൾ പുതിയതായൊരു പ്രശ്നം ഉയർന്നു വന്നാൽ ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ചട്ട ഭേദഗതി നടത്തേണ്ടി വരില്ല. ചട്ടം 10 പ്രകാരം സർക്കാരിനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ആ നടപടിക്രമങ്ങളിലേക്കാകും. ഏറ്റവും പെട്ടെന്ന് സബ്ജക്റ്റ് കമ്മിറ്റി ഇക്കാര്യം വളരെ വിശദമായിട്ടുള്ള ചർച്ചകളോടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റും വാക്കും വരിയും നോക്കിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ വെറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഇത്തരം നടപടികളിലേക്ക് ധാരാളമായിട്ട് ആളുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രശ്നമില്ലാതിരിക്കാൻ പുതിയ ഓഫീസുകൾ ഇക്കാര്യത്തിൽ വേഗതയിലാകുന്നതിന് വേണ്ടി അനുവദിക്കണം എന്നുകൂടി സബ്ജക്റ്റ് കമ്മിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൂടി ലഭ്യമാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇത് നടത്താൻ വേണ്ടി സാധ്യമാകും. സാധാരണ നിലയിൽ ഈ ചട്ടം ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട ചട്ടം രംഗത്ത് വരുമ്പോൾ ആളുകളെ ഏതെങ്കിലും വിധത്തിൽ പിഴിയുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യുന്നൊരു നടപടിയും ഇല്ല എന്നുള്ളത് ചട്ടത്തിൻ്റെ ഷെഡ്യൂൾ, പ്രത്യേകിച്ച് പുതുക്കിയതായിട്ടുള്ള ഷെഡ്യൂൾ കണ്ടവർക്കത് മനസ്സിലാകും. 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു കെട്ടിടത്തിനും ക്രമവൽക്കരണത്തിന് പണം അടയ്ക്കേണ്ട കാര്യമില്ല. 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായാൽ മതി. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു വീട് പുതിയതായി ക്രമവൽക്കരിക്കണം, അതിനും ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല 3000 സ്ക്വയർ ഫീറ്റുള്ളൊരു കടയാണ് ഇടുക്കിയോ കേരളത്തിലോ എവിടെയും ഒരു പട്ടയ ഭൂമിയിൽ സാധാരണക്കാരനായ മനുഷ്യൻ ഉണ്ടാക്കാൻ പോകുന്ന കട. ആ കടയ്ക്ക് റെഗുലറൈസേഷന് പുതിയ അപേക്ഷ കൊടുത്ത് ക്യൂവിൽ കാത്തുനിന്ന് വില്ലേജ് ഓഫീസർ 3000 തന്നെയാണോ എന്ന് പരിശോധിച്ച്
ഇവിടെ കട തന്നെയാണോ എന്ന് നോക്കി വില്ലേജ് ഓഫീസർ ടാപ്പ് എടുത്ത് അളന്ന് ഓരോന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ നിശ്ചയിച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നികുതി അടയ്ക്കുന്ന റിലീസിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഓപ്ഷൻ നൽകി ആ ഓപ്ഷനിൽ കിടന്ന് തണ്ടപ്പേരടച്ചാൽ മുഴുവൻ ഡീറ്റെയിൽസും അതിൽ വരും. അതിൽ നിങ്ങളൊരു സത്യവാങ്മൂലം നൽകണം. ആരാണോ 3000 സ്ക്വയർ ഫീറ്റുള്ള ഭൂമി റെഗുലറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയാൾ 50 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒരു സത്യവാങ്മൂലം നൽകണം. സ്റ്റാമ്പ് പേപ്പറും ഈ സംവിധാനത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും. അത് കൊടുത്താൽ ആ സത്യവാങ്മൂലത്തെ വിശ്വസിച്ചുകൊണ്ട് IT റിട്ടേൺസ് പോലെ മിനിറ്റുകൾക്കകം സാധാരണ നിലയിൽ അവർക്ക് റെഗുലറൈസ് ചെയ്തുകൊണ്ടുള്ള മറുപടി ഉണ്ടാകും. സ്വകാര്യ പിന്നെ പൊതു സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ, ചന്തകൾ ഉൾപ്പെടെയുള്ള പൊതുകേന്ദ്രങ്ങൾ ഇതും ഫീസ് അടയ്ക്കാതെ തന്നെ ചട്ടം 3 ഉപയോഗിച്ചുകൊണ്ട് ഡീംഡ് റെഗുലറൈസേഷനിൽ പെടുന്ന അപേക്ഷ കൊടുത്ത് 90 ദിവസം കാത്തിരുന്നിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ അത് റെഗുലറൈസ്ഡ് ആയി എന്ന് കരുതാൻ ചട്ടം മൂലം അനുവാദം നൽകുന്ന ഒരു കരുത്തുറ്റ നടപടിക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. കാർഷിക ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന് ഫീസില്ല. ആരാധനാലയങ്ങളായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് ഫീസില്ല. സർക്കാർ അംഗീകാരമുള്ളതോ സർക്കാരിൽ യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഫീസ് ഉണ്ടാകില്ല. സാംസ്കാരിക വിനോദ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള സൊസൈറ്റിക്ക് 1% പണം അടച്ചാൽ മതി. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് 1% അടച്ചാൽ മതി. സർക്കാർ അംഗീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഉള്ള ഭൂമിക്ക് 1% അടച്ചാൽ മതി. സഹകരണ സംഘങ്ങളുടെ കെട്ടിടത്തിന് 1% അടച്ചാൽ മതി. ഏതെങ്കിലും സമയത്ത് ലിമിറ്റേഷൻ ലംഘിച്ചുകൊണ്ട് കൈമാറിയിട്ടുള്ള ഭൂമി റെഗുലറൈസ് ചെയ്യാനുള്ള നടപടികൾക്ക് 1% പണം അടച്ചാൽ മതി. 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലത്തിന് പണമേ അടയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഏറ്റവും ലളിതവും ഏറ്റവും വേഗതയിലും ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചട്ടത്തിനാണ് സബ്ജക്റ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുള്ളത്. ഈ വരുന്ന ആഴ്ച തന്നെ അത് ഔപചാരികമായി നോട്ടിഫൈ ചെയ്തുകൊണ്ട് സർക്കാരിന് അക്കാര്യത്തിലുള്ള മിനിറ്റ്സ് ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ സർക്കാരിന് അത് നോട്ടിഫൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആ വിധത്തിൽ ഈ വരുന്ന ആഴ്ച ഇത് നോട്ടിഫൈ ചെയ്യും എന്ന കാര്യം അറിയിക്കുകയാണ്. ഇതിനെ തുടർന്ന് 4A2 പ്രകാരം നമുക്ക് നിലവിലുള്ള ഈ തീയതിക്ക് വരെ പട്ടയം ലഭ്യമായിട്ടുള്ള ഭൂമിക്കുള്ള പുതിയ നിർമ്മാണങ്ങൾക്കുള്ള പെർമിഷൻ ചട്ടം പുറത്തിറക്കേണ്ടതുണ്ട്. 4A2 പ്രകാരം അതിൻ്റെ പ്രവർത്തനങ്ങൾ അണിയറയിലാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അതുകൂടി പുറത്തിറക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നിയമസഭ 2 ഘട്ടങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്തൊരു നിയമ ഭേദഗതിയാണിത്. വളരെ വിശദമായി ചർച്ച ചെയ്ത സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്തു. പിന്നീട് 3 വായനയിലും പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ച നടത്തി. ഒരഭിപ്രായ വ്യത്യാസം പോലുമില്ലാതെ സ്പീക്കർ ഉൾപ്പെടെ 140 അംഗങ്ങളും ഏകകണ്ഠമായി പാസ്സാക്കിയ ഒരു നിയമമാണ് ഈ നിയമം. ചില ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു ഡേറ്റ് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? കമൻസ്മെൻറ്റ്സ് ഓഫ് ദി ആക്ട്, ഈ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നാളെ നാളെ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവത്തിന് ഇന്ന് മറുപടി പറയുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമല്ല. ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമപ്രകാരം നേരത്തെ നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഏതെങ്കിലും വ്യവസ്ഥാലംഘനം നടത്തിയാൽ അത് ക്രമവൽക്കരിക്കാൻ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അത് തീരുമാനിച്ചു. ഒരാൾ വ്യവസ്ഥാലംഘനം നടത്താതെ ഇരിക്കുന്നു, വ്യവസ്ഥാലംഘനം നടത്തിയവനെ ക്രമീകരിക്കുന്നു, നടത്താത്ത മര്യാദക്കാരൻ അവിടെ തന്നെ അവൻ്റെ അവകാശം ഉപയോഗിക്കാൻ അനുവാദം തരാത്തത് ഒരു സാമൂഹ്യ നീതിയുടെ കേടാകുമോ എന്ന് കരുതി പെർമിഷന് വേണ്ടി ഒരു ചട്ടം ഉണ്ടാക്കാനും തീരുമാനിച്ചു. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളോട് ഈ ചട്ടങ്ങൾക്ക് അംഗീകാരം കിട്ടിയതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, എല്ലാ വീടുകൾക്കും റെഗുലറൈസേഷൻ വേണ്ടി വരും, അതിനുവേണ്ടി വീണ്ടും വീണ്ടും ആളുകൾ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് പറയുന്നത് ശുദ്ധമായ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം റെഗുലറൈസ് ചെയ്താൽ മതി എന്ന കാര്യവും അറിയിക്കുകയാണ്. അത് ചട്ടത്തിൽ തന്നെ വിശദീകരണമായിട്ട് ഉൾപ്പെടുത്താൻ സബ്ജക്റ്റ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്.